ഇപ്പൊ ഇവിടെ കുറെ അക്കാഡമികൾക്ക് വരുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിയറി പാർട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു കോച്ചിങ് കൊടുക്കാനാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എൻട്രൻസിന് കോച്ചിങ് കൊടുക്കുന്ന പോലെ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനുള്ള തിയറി പാർട്ടിന്റെ കോച്ചിങ് കൊടുക്കാനായിരിക്കും അല്ലെ ഇവിടെ കുറെ സ്ഥാപനങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ DGCയുടെ എക്സാംസ് ഉണ്ടല്ലോ, ആ എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിയറി ക്ലാസ്സുകൾ കൊടുക്കുന്നതാണ് അക്കാഡമികൾ. അതുപോലെ ഡൽഹി ബേസിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തന്നെയാണ്. ശരിക്ക് നമ്മൾ പറഞ്ഞ പോലെ അത്രയും ഫീൽഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത്രയും ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ്, കാര്യങ്ങളാണ്. അത്രയും പൈലറ്റ്സിന് വേണം, അത്രയും പൈലറ്റ് ഷോർട്ടേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ അക്കാഡമികൾ വരുന്നത് നല്ല തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റ് ഗൈഡ് ചെയ്ത് കൊടുക്കണം, കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് കൊടുത്ത് എങ്ങനെയാണ് അതൊക്കെ പാസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം ഇവിടെ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കൂടുതലും നമുക്ക് അവർക്ക് എന്തെങ്കിലും ടൈപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫ്ലൈങ്ങിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ തിയറി പാർട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ലൈസൻസിലേക്ക്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലേണിംഗ് ടെസ്റ്റ് പാസ് ആയി അല്ലെ. പിന്നെ നമ്മൾ ഇച്ചിടുന്നത് പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്ലൈയിങ് എന്ന് പറയുന്നത്. അപ്പൊ അല്ല ഞാൻ എക്സാമ്പിൾ പറയണം, അങ്ങനെ അല്ലാതെ എനിക്കറിയാം. അപ്പൊ അങ്ങനത്തെ ഫ്ലൈയിങ് സ്കൂളുകൾ കേരളത്തിലുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടോ? എന്തുകൊണ്ട് ആളുകൾ വിദേശം ചൂസ് ചെയ്യുന്നു? ഓക്കെ, ഫ്ലൈയിങ് ക്ലബുകളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ശരിക്ക് കേരളത്തില് ഒരേ ഒരു ഫ്ലൈയിങ് ക്ലബേ ഉള്ളൂ. അത് കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള രഗാത്ത് എന്ന് പറയും, രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലുള്ളതാണ്. അത് മാത്രമാണ് ശരി കേരളത്തിൽ ഒരു അക്കാഡമി ആയിട്ട്, ഫ്ലൈയിങ് അക്കാഡമി ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞ തിയറി മാത്രം കൊടുക്കുന്ന അക്കാഡമികൾ മാത്രമാണ്. ഇവിടെ രണ്ടും കൊടുക്കും, തിയറിയും ഫ്ലൈയും കൊടുക്കുമോ? അവിടെ തിയറിയും ഫ്ലൈയിങ്ങും അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ രണ്ട് രീതിയിലുണ്ട്. നമുക്ക് തിയറിയും ഫ്ലൈയിങ് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ തിയറി കഴിഞ്ഞ ആളുകൾക്ക് ഫ്ലൈയിങ് വേണ്ടി ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ അവർക്ക് അവിടെ വേക്കൻസി വരുന്ന സമയത്ത് അവർ നോർമലി നോട്ടിഫിക്കേഷൻ വിടാറുണ്ട്. അങ്ങനെ അപ്പൊ അപ്ലൈ ചെയ്ത് അവിടെ എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ എഴുതിയിട്ട് കിട്ടാറാണ്. പിന്നെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഫ്ലൈയിങ് ക്ലബ്ബുകളുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ രഗാത്തിൽ പഠിക്കുമ്പോൾ ഗവൺമെന്റിന്റെ അണ്ടറിലാണല്ലോ, അവിടെ ഫീസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഫീസ് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന പ്രത്യേകത, നമ്മൾ മറ്റുള്ള എഞ്ചിനീയറിംഗ് മെഡിക്കൽ പറഞ്ഞ പോലെ അല്ല, ഈ ഗവൺമെന്റ് അക്കാഡമികളാണെങ്കിൽ ഇപ്പൊ ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏറ്റവും ടോപ്പ് വരുന്ന ഇഗ്രു എന്ന് പറഞ്ഞാൽ പഠിച്ചിരുന്ന അക്കാഡമി, അവിടെയാണ് ഫീസ് ഉണ്ട്. അവിടെയാണ് ഇന്ത്യ ഏറ്റവും ടോപ്പ് ഫീസ് ഉള്ളത്. അത് ടോപ്പ് ഫീസ് അവിടെ വരുന്നത്. ഒരിക്കലും ഈ ഒരു ഫീൽഡിൽ നമ്മൾ ഗവൺമെന്റ് സ്ഥാപനമാണെന്നുള്ളത് കൊണ്ട് ഫീസിൽ ഇളവോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനം ആയതുകൊണ്ട് ജോബ് അഷുറൻസ് എവിടെയും ഇല്ല. അത് പ്രൈവറ്റ് ആണെങ്കിലും മറ്റേതാണെങ്കിലും നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ഇന്റർവ്യൂ പെർഫോം ചെയ്യുന്നു, അതിനനുസരിച്ചിരിക്കും അതിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് നമുക്ക് മറ്റുള്ള പോലെയല്ല, എഞ്ചിനീയറിംഗ് പോലെ ഒരു ഡിപ്പാർട്ട്മെന്റില്. പിന്നെ വിദേശത്തേക്ക് ആളുകൾ പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വെതർ വൈസ്, ഇൻസ്ട്രക്ടേഴ്സിന്റെ അവൈലബിലിറ്റി വൈസ്, എയർക്രാഫ്റ്റിന്റെ അവൈലബിലിറ്റി വൈസ് നമുക്ക് ഒരിക്കലും കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നുള്ളൂ, ഫ്ലൈയിങ് ഫാസ്റ്റ് ആണ്. ഒന്നുകൂടി സ്പീഡിൽ 200 മണിക്കൂർ നമ്മൾ തീർന്നു വരാനുള്ള കാര്യങ്ങൾ വിദേശത്ത് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ആളുകൾ അങ്ങോട്ടേക്ക് പ്രിഫർ ചെയ്യുന്നത്. വിദേശത്ത് പഠിച്ചു, അപ്പം ഞാൻ ഇവിടെ ഇന്ത്യയിൽ നിന്നാണ് തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്തത്. വിദേശത്ത് നിന്ന് ഈ ഫ്ലൈയിങ്ങിന്റെ എക്സ്പീരിയൻസിന്റെ അയാളുടെ ലൈസൻസ് കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ ആഫ്രിക്കയിലാണ് പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ന്യൂസിലാൻഡിലാണ് പഠിച്ചിരിക്കുന്നത് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ജോലി കിട്ടും അല്ലെങ്കിൽ ഇവിടെ ഫ്ലൈ ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും കഴിയും. പക്ഷെ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഏത് രാജ്യത്തിന്റെ ലൈസൻസ് നമുക്ക് കയ്യിലുള്ളത് ആ രാജ്യത്തെ ബേസ് ചെയ്തിട്ടുള്ള എയർലൈൻ കമ്പനിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വിദേശത്താണ് ഫ്ലൈയിങ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് ആ ലൈസൻസ് കൺവേർട്ട് ചെയ്യണം. നമ്മൾ വിദേശത്താണെങ്കിൽ വിദേശത്തെ ലൈസൻസ് ആണ് ആദ്യം നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 4 കാര്യങ്ങളാണ് മെയിൻലി വേണ്ടത്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ലൈസൻസ്. രണ്ടാമത്തത് ഇവിടുത്തെ തിയറി പേപ്പേഴ്സ്. മൂന്നാമത്തെ ഇവിടുത്തെ മെഡിക്കല്. നാലാമത്തെ ഇവിടെ വന്നിട്ട് ഒരു 8 മുതൽ 10 മണിക്കൂർ വരെയുള്ള ഒരു ചെക്ക് ഫ്ലൈറ്റ്സ് കുറച്ച് കൊടുക്കാനുണ്ട്. ഇങ്ങനെ 4 സംഭവങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DGCയിലേക്ക് നോർമൽ ഇന്ത്യ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കാര്യങ്ങൾ ഓൾറെഡി ഉണ്ടാവും അയാളുടെ കയ്യിൽ. നോർമലി 3 കാര്യങ്ങൾ ഉണ്ടാവും. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഫ്ലൈങ്ങിന്റെ ആ ചെക്ക് മാത്രം കൊടുത്താൽ മതിയാവും നോർമലി. അതാണ് ആസ് ഓഫ് നോ DGCന്റെ റൂൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടിനും പിന്നെ ഒരേ വാല്യൂ ആണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ DGCയെ ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസിനായിട്ട് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻസ് എന്താ വെച്ചാൽ, ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്. ഇതിൽ കുറെ ആളുകൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇപ്പൊ പൈലറ്റ് ആവണമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കൊക്കെ ഉണ്ട് ചെറുപ്പത്തിൽ ആഗ്രഹം. പക്ഷെ ഞാൻ അതിലേക്ക് പാഷനിലേക്ക് പോയില്ല എന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇത് എന്നെ കൊണ്ട് പോസിബിൾ അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊക്കെ മാറി. അങ്ങനെ കുറെ ആളുകൾ മാറി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൽ ഇപ്പൊ 60 lakh 70 lakh എന്ന് പറയുമ്പോൾ മാറി നിൽക്കുന്ന ആളുകളുണ്ടാവും. വല്ല സ്കോളർഷിപ്പുകളുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ഒരു സ്കോളർഷിപ്പ് 100% നമുക്ക് എവിടെ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ SC ST കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് അതായത് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും കൊടുക്കുന്ന കുറച്ച് സ്കോളർഷിപ്പുകൾ ഉണ്ട് എന്നല്ലാണ്ട് നോർമലി നമുക്ക് ഇത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാനുള്ള സ്കോളർഷിപ്പുകൾ ഇല്ല എന്നുള്ളതാണ്. പിന്നെ
ടാറ്റ അതേപോലെ മഹീന്ദ്ര പോലത്തെ ചില പ്രൈവറ്റ് കമ്പനികള് ചില സമയങ്ങളിൽ ചില നിശ്ചിത എമൗണ്ട് 10 to 15 lakhs ഒക്കെ ചിലപ്പോൾ ഗേൾസിന് മാത്രം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെലക്ഷൻ വെച്ചിട്ട് അവര് ചില സമയങ്ങൾ കൊടുക്കാറുണ്ട്. അത് ഒരിക്കലും നമ്മൾ അത് മാത്രം വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. ഓക്കെ, പിന്നെ ചെയ്യാൻ ആളുകൾ ചെയ്യുന്നത് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വേ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വഴിയാണ് NDA. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, NDA വഴി നമ്മൾ നാഷണൽ ഡിഫൻസ് അക്കാഡമി അത് ത്രൂ നമ്മൾ ചെയ്യുകയാണെങ്കിൽ +2 കഴിഞ്ഞ ആളുകൾക്ക് അവരുടേതായ സെലക്ഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ചെയ്തിട്ട് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ ഫ്രീ ആയിട്ട് നമുക്ക് പോയിട്ട് പഠിക്കാം. നിശ്ചിത വർഷം അവിടെ വർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് നോർമൽ എയർലൈൻ വന്നിട്ട് പൈലറ്റ് ആവുകയും ചെയ്യാം. അതാണ് പിന്നെ ഒരു മെത്തേഡ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വഴി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള, ഇതൊന്നും കിട്ടാത്ത ആളുകൾക്ക് വഴി വീണ്ടും ഉണ്ടാകുന്നത് ഞാൻ ഇതുവരെ കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവര് പേഴ്സണലി ചില സ്പോൺസേഴ്സിനെ, ലോക്കലി ആയിട്ടുള്ള ഒരു സ്പോൺസേഴ്സിനെ കണ്ടെത്തിയിട്ട് അവരെ ത്രൂ ചിലപ്പോൾ പൈസ കടം വാങ്ങിയിട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പോൺസേഴ്സ് അവരുടെ ബിസിനസ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ അവർ കണ്ടെത്തുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എത്രത്തോളം പ്രാക്ടിക്കലാണ് നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല. മെത്തേഡായിട്ട് നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല, എല്ലാത്തിനും ഒരു വഴിയുള്ളത് പോലെ കുറെ ആളുകൾ ഇപ്പൊ അങ്ങനെ പഠിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ ചെയ്യാം. ലോണിന്റെ കേസ് എങ്ങനെയാണ്? എഡ്യൂക്കേഷൻ ലോൺ പോസിബിൾ ആണോ? ലോൺ കിട്ടാറുണ്ട്. നോർമലി നമ്മളിപ്പോ വിദേശത്തേക്ക് ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ലോൺ നോർമലി കിട്ടാറുണ്ട്. പക്ഷെ എന്തായാലും എത്രയും വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് ഏത് ബാങ്കും അതിന്റെ അഗെയിൻസ്റ്റ് കൊളാറ്ററൽ കൊടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ലോൺ കിട്ടും. ലോൺ കിട്ടും. പക്ഷെ കൊളാറ്ററൽ കൊടുക്കുകയാണെങ്കിൽ ലോൺ കിട്ടും, അല്ലെങ്കിൽ കൊളാറ്ററൽ കൊടുക്കാതെ 7 lakh വരെ ആ ഒരു ക്രൈറ്റീരിയ ഇതിനുണ്ടോ? അതിന് ഉണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 lakhs നമുക്കൊന്നും ആവില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് നോർമലി അത് ഉണ്ടാവാറില്ല. നോർമലി വിദ്യാഭ്യാസ ലോൺ ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. പക്ഷെ അതിന് ഈ ഒരു പ്രോപ്പർട്ടി വെക്കണം എന്നുള്ളതാണ്. പിന്നെ എനിക്ക് വന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് എന്താ പറയുക, ഈ ഐസൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. കണ്ണട വെച്ച ആളുകൾക്ക് പൈലറ്റ് ആകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിന് എന്താണ്? അപ്പം അത് ഒരു നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊന്ന് അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അതില് കുറച്ച് മുമ്പ് വരെ നല്ല തെറ്റിദ്ധാരണകളായിരുന്നു. കണ്ണട വെച്ച ആളുകൾക്ക് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റൂല, ഡിസ്ക്വാളിഫൈഡ് ആണെന്നുള്ള തെറ്റായ ഒരു ധാരണകളായിരുന്നു. തീർച്ചയായിട്ടും മിത്സ് ആണ് അത്. അതിലെന്താ വെച്ചാൽ 6x6 വിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇതിന് പോകുന്ന സമയത്ത് നമുക്ക് മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വിത്ത് സ്പെക്സ് 6x6 വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈ ചെയ്യാം. ആകെ ഒരു റൂളേ ഉള്ളൂ, നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഒരു സ്പെക്സ് നമ്മുടെ കയ്യിൽ വേണം എന്ന റൂള് മാത്രമേ ഉള്ളൂ അതിന്റെ കൂടെ. അതല്ലാണ്ട് നമുക്ക് വിത്ത് സ്പെക്സ് 6x6 വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. അതിൽ നോർമലി ഐസൈറ്റിൽ ഒരു പ്രോബ്ലം ഇതുവരെ കണ്ടിട്ടുള്ളത് നോർമലി കളർ ബ്ലൈൻഡ്നെസ്. അത് അലോപ്പതിയിൽ അങ്ങനെ തന്നെ പറയാം. അത് എന്താണ്, ട്രീറ്റ്മെന്റ് ഇല്ലാത്തൊരു രോഗമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഒരു കളർ ബ്ലൈൻഡ്സ് ഉള്ള ആളുകളാണ് ഇതുവരെ കണ്ടിട്ടുള്ള മെഡിക്കലി അൺഫിറ്റ് ആയി കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ ബേസ് ചെയ്തിട്ട് ഒരു ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. അത് എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാർ തന്നെ, എനിക്കൊരു 3-4 ആൾക്കാരെ ഞാനത് പിന്നെ റെഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കളർ ബ്ലൈൻഡ്നെസ്സിൽ ഇവിടെ വന്നിട്ട് അൺഫിറ്റ് ആയിട്ട് നമ്മൾ ആ ബോംബെയിലെ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഒരു 5-6 മാസത്തെ ഒരു എക്സസൈസ് പോലത്തെ ട്രീറ്റ്മെന്റുകളൊക്കെയാണ് വരുന്നത്. അത് വന്നിട്ട് രണ്ടാമത് DGCയിൽ അപ്പീൽ കൊടുത്ത് അത് ക്ലിയർ ആയിട്ട് ഇപ്പം ഫ്ലൈങ് പൂർത്തിയാക്കി ലൈസൻസ് കിട്ടിയ ആളുകൾ എനിക്കറിയാം. ഹിസ്റ്ററി ഉണ്ട് അവിടെ. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം, ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു പാർട്ടി എവിടെയെങ്കിലും കാണും, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമാണ് വിദേശത്ത് പോകുന്നത്. ഒരു വിദേശത്ത് പോകണമെങ്കിൽ ഏത് കൺട്രിയാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ലെങ്കിൽ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അത് വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ചൂസ് ചെയ്യേണ്ടത് മെയിനായിട്ട് നമ്മുടെ ഫാമിലി സിറ്റുവേഷൻസും ഫിനാൻഷ്യൽ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓൾവേസ് ബെസ്റ്റ് ട്രെയിനിങ് കിട്ടുന്ന ഒരു കൺട്രി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി US പോകുന്ന സമയത്ത്, ന്യൂസിലാൻഡിലേക്ക് പോകുന്ന സമയത്തൊക്കെ കമ്പാരിറ്റീവ്ലി ഒന്നും കൂടി ഫ്ലൈയിങ് ക്വാളിറ്റി വൈസ് കുറച്ച് ഇത്തിരി ഒരു കമ്പാരിറ്റീവ്, ഞാൻ അങ്ങനെ തന്നെ പറയാം, കൂടുതലൊന്നും പറയുന്നില്ല, കമ്പാരിറ്റീവ്ലി വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. പക്ഷെ അപ്പോഴും നമുക്ക് പ്രോബ്ലം നമ്മുടെ ഫിനാൻഷ്യൽ, അത് ചിലപ്പോൾ ആളുകൾക്ക് താങ്ങാൻ കഴിയുമോ എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞു US-ലും ന്യൂസിലാൻഡിലും പോയി വരുമ്പോഴത്തേക്കും പ്രാക്ടിക്കലി നമ്മളൊരു പൈലറ്റായിട്ട്, എയർലൈൻ പൈലറ്റ്, ഇപ്പം ഞാൻ ഇരിക്കുന്ന പോലെ ആ ഒരു പോസ്റ്റിലേക്ക് എങ്കിലും എത്താൻ ഒരു 80 lakhs അടുത്ത് നമ്മൾ കാണേണ്ടി വരും. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്, കുറയുന്നില്ല. അതേ സമയത്ത് നമ്മൾ സൗത്ത് ആഫ്രിക്ക വേറൊരു ഓപ്ഷൻ ആയിരുന്നു. നമ്മൾ ഒരു 60 lakhs ഉള്ളിൽ നമുക്ക് എല്ലാം തീരാൻ പറ്റുന്ന ഒരു ലെവലിൽ സൗത്ത് ആഫ്രിക്ക പോയിട്ട് ഫ്ലൈ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാമിലി സിറ്റുവേഷൻസും നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ തന്നെയാണ് അതിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത്.
പിന്നെ എവിടെ പോയാലും നമ്മൾ പഠിക്കണം, ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യണം. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ നമ്മൾ അക്കാഡമികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതുവരെ കേൾക്കാത്ത രാജ്യങ്ങളിലേക്കൊക്കെ ഫ്ലൈങ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അഡ്വർടൈസ്മെന്റ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല, ഞാനത് കൂടുതൽ പറയുന്നുമില്ല. പക്ഷെ എപ്പോഴും ഒരു കാര്യം ഉറപ്പ് വരുത്തണം, നമ്മൾ പോകുന്ന സമയത്ത് അത് DGC അപ്രൂവ്ഡ് ആണോ, DGCന്റെ സിലബസ് അവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ, അത് നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അവിടുത്തെ എയർക്രാഫ്റ്റുകൾ നമുക്ക് ഇവിടെ കൺവേർട്ട് ചെയ്യാൻ സമയത്ത് ചെക്കിന് കൊടുക്കാൻ സമയത്ത് ഇവിടെ അവൈലബിലിറ്റി ഉണ്ടോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അറിയാത്തൊരു രാജ്യങ്ങളിലേക്ക് പോയി പെടാൻ നിൽക്കരുത്, ദയവ് ചെയ്തിട്ട് വഴി പെടാൻ നിൽക്കരുത്. പാരൻസിനോട് എസ്പെഷ്യലി പറയേണ്ട കാര്യമാണത്. നിങ്ങളുടെ പൈസക്ക് അത്രയും വാല്യൂ ഞാനും കാണുന്നുണ്ട്. ആ പൈസ മുടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന്റെ വാല്യൂ നോക്കിയിട്ട് തന്നെ പോവുക. അപ്പൊ ഏത് ബെസ്റ്റ് എന്നുള്ളതിന് ഉത്തരം നമുക്ക് ഒരിക്കലും ഇല്ല, അത് ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻസ് ആണ്. പിന്നെ ചില ആളുകളൊക്കെ +2 സയൻസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്സും മാത്തമാറ്റിക്സും മാത്രം ചെയ്യാമെന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ അറിയുന്ന ഇപ്പൊ ഇത് എൻക്വയറി വരികയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു സെന്ററിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ്, അതായത് ഇപ്പൊ ആ കുട്ടിക്ക് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും പഠിക്കുന്നത്, അപ്പൊ ആ കുട്ടി ഫിസിക്സും മാത്തമാറ്റിക്സും മാത്രം എഴുതിയാൽ മതിയോ, അങ്ങനത്തെ പോസിബിൾ ആണ്? അതായത് കൊമേഴ്സും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസും എല്ലാം എടുത്ത ആളുകൾക്ക് നമ്മുടെ DGCന്റെ റൂള് വ്യക്തമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10+2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോഡി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ലെവലിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം നമുക്ക് +2 വേണം, അതിന്റെ കൂടെ ഫിസിക്സ് ആൻഡ് മാത്സും പേപ്പേഴ്സും മാത്രം മതി. അപ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലില്ല, പക്ഷെ പല സ്ഥലത്തും മാത്സ് ഇല്ലാത്ത സയൻസ് ഉണ്ട്, ഫിസിക്സ് ഇല്ലാത്ത സയൻസ് ഉണ്ട്. കേരളത്തിൽ നമുക്ക് മാത്സ് ഇല്ലാത്ത സയൻസ് ഉണ്ട്, വൊക്കേഷണൽ സെക്കൻഡറിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് NIS പോലത്തെ ഒരു അതോറിറ്റി ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് നമുക്ക് ആ ഒരു നിശ്ചിത പേപ്പർ മാത്രം എഴുതിയെടുത്തിട്ട് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാം, ഇപ്പോൾ എല്ലാ യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സംഭവം ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ 17 വയസ്സും 18 വയസ്സുള്ള കുട്ടികൾ ട്രെൻഡിങ്, അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ചെയ്യാൻ കാരണം. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. പല പേരൻസുകളും ഇപ്പം നമ്മുടെ വീഡിയോസിന് തന്നെ വ്യൂസ് കൂടിയിട്ടുണ്ട്. പല പേരൻസുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല എൻക്വയറീസ് നടത്തുന്നുണ്ട്. എന്താണ് പേരൻസിനും അതേപോലെ തന്നെ ഇത് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും ആസ് എ പൈലറ്റ്, ആസ് എ മെന്റർ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയാൻ പറ്റില്ല, കൊടുക്കാനുള്ള എന്താണോ അതെന്താണ്? ഓക്കെ, അതിൽ എനിക്ക് പറയാനുള്ളത് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത്, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ പൈലറ്റ് ആസ്പിരൻസിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം, ഒരിക്കലും നിങ്ങൾ റീൽസിൽ കാണുന്നതല്ല നിങ്ങളുടെ പൈലറ്റ് ലൈഫ് എന്ന് പറയുന്നത്. റീൽസിൽ കാണുന്നത് നമ്മൾ അങ്ങേയറ്റത്തെ എൻഡ് റിസൾട്ടാണ് ആ റീൽസിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. എത്ര നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര ആളുകൾ ഗൈഡ് തന്നാലും എത്ര കാര്യങ്ങൾ പറഞ്ഞു തന്നാലും നിങ്ങൾ അനുഭവിച്ച് പോവേണ്ട ഒരു കുറച്ച് കാര്യങ്ങളുടെ നിങ്ങൾ അനുഭവിച്ചേ പോകൂ. അതിന് സ്ട്രഗിളിങ് ഫേസ് ഉണ്ടാവും. അത് എന്തായാലും ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് കടന്നു പോകാൻ നിങ്ങൾ എപ്പോഴും റെഡി ആവണം. അത് മാനസികമായി റെഡി ആവണം. ഒരിക്കലും റീൽസിൽ കാണുന്ന പോലെ ബാഗും തൂക്കിയിട്ടിട്ട് ഇൻഫോർമൽ ഗ്ലാമറസ് ഒരു നടത്തം മാത്രമല്ല പൈലറ്റ്സ് ലൈഫ് എന്ന് പറയുന്നത്. ശരിക്കും അതിന്റെ ബിഹൈൻഡ് സ്റ്റോറി ഒരുപാടുണ്ട്. ഒരുപാട് സ്ട്രഗിൾസ് ഏതൊരു പൈലറ്റും, നിങ്ങൾ കാണുന്ന ഏതൊരു പൈലറ്റ് ആ സ്ട്രഗിൾസ് കഴിഞ്ഞിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ആ സ്ട്രഗിൾസ് ഫേസ് ചെയ്യാൻ റെഡി ആവണം. ഒരിക്കലും ഷോർട്ട് കട്ടുകൾ എടുക്കാൻ നിൽക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാത്ത് ഉണ്ട്, ഒരു പാത്ത് വേ ഉണ്ട്. ആ പാത്ത് വേ മാത്രം നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പോവുക. അത് അല്ലാണ്ട് ഷോർട്ട് കട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അത് എവിടെയെങ്കിലും വെച്ച് സ്റ്റക്ക് ആവും. നിങ്ങൾ കൂടുതലാത്ത എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരുന്ന അവസ്ഥയിലേക്ക് വരും ചെയ്യും. അപ്പം നന്നായിട്ട് ഡ്രീം കാണുക, നന്നായിട്ട് അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആവുക. കറക്റ്റ് നേരത്തെ പറഞ്ഞ പങ്ക്ച്വാലിറ്റിയും മറ്റേ നമ്മുടെ ഹെൽത്തിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ അതിന്റെ കൂടെ കൊണ്ട് നടന്നിട്ട് നമ്മൾ ഏറ്റവും ഡ്രീം ആയിട്ടുള്ള ഈ ഒരു ഇതിലേക്ക് ലാസ്റ്റ് എത്തുന്നത് വരെ സ്ട്രഗിൾ ചെയ്യുക. വൺസ് അത് എത്തിക്കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും നിങ്ങൾ നേരത്തെ പറയുന്ന കാര്യമാണ്, എത്തോളം ചെലവാണ്. അതാണ് ചെലവുകളാണ്. പിന്നെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിനും നമുക്ക് വരവുകൾ തന്നെയാണ്. ഒരിക്കലും പൈസയുടെ ബാക്കിൽ ഓടരുത്. അത് പൈസ വന്നോളും, ആ ഒരു സമയം വന്നോളും. പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യുക. നമുക്ക് ഏറ്റവും ഇത് ഒരു ഡ്രീമുള്ള ഒരു പാഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ആസ് എ പൈലറ്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ജോബ് ലോകത്തുണ്ടാവില്ല, ഉറപ്പ്. സോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്കത് ലഭിച്ചതുപോലെ നമ്മൾ ജീവിക്കുക. നേരത്തെ പറഞ്ഞത് ലിവ് ലൈക്ക് എ പൈലറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പൈലറ്റ് എന്നല്ല, നിങ്ങൾക്ക് ഇതേപോലെ ഒരാളുടെ ആഗ്രഹം പൈലറ്റ് ആണെങ്കിൽ വേറെ കുറെ ആളുകൾക്ക് ചിലപ്പോൾ ആസ്ട്രോണറ്റ് ആണായിരിക്കാം, അല്ലെങ്കിൽ ഫിലിം ആക്ടർ ആവാനായിരിക്കാം, റൈറ്റർ ആവാനായിരിക്കാം, ആരും ആയിരിക്കാം. പക്ഷെ അയാളായിട്ട് നിങ്ങൾക്ക് ആ സ്വപ്നം എപ്പോഴാണോ നിങ്ങളെ മൈൻഡിൽ വരുന്നത് അപ്പം മുതൽ ജീവിച്ചു തുടങ്ങുക. നേരത്തെ ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ തന്നെ ഇതേപോലെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ,
10 വർഷം മുമ്പ് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. എപ്പോഴാണോ എനിക്കത് സ്വപ്നമായിട്ട് ആ സ്വപ്നം എനിക്ക് തീവ്രമായത്, അന്ന് മുതൽ ഞാനും അങ്ങനെ മാറിയത്. എന്നെ ഒരു സമയത്ത് എൻ്റെ ആദ്യത്തെ മെൻറ്റർ ഉണ്ട്, പല ആളുകളും കാണുമ്പോൾ ചോദിക്കും, നിങ്ങൾ ആ മെൻറ്ററുടെ ആ വ്യക്തിയുടെ പേര് പറഞ്ഞു നിങ്ങൾ അയാളുടെ അനിയനാണോ ചോദിക്കും. എൻ്റെ ഹെയർ സ്റ്റൈൽ മുതൽ എല്ലാ കാര്യങ്ങളും സമയത്ത് അങ്ങനെയാണ്. പിന്നെയാണ് ഞാനത് മാറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അത് ക്യാപ്റ്റൻ്റെ ലൈഫിലാണെങ്കിലും എൻ്റെ ലൈഫിലാണെങ്കിലും ഞാൻ മെൻറ്റർഷിപ്പ് കൊടുക്കുന്ന കുറേ ആളുകളുടെ ലൈഫിലാണെങ്കിലും ഒക്കെ അത്രയും ആളുകൾക്ക് അതാവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അവിടെ എത്താൻ സാധിക്കും. പക്ഷേ ഒരൊറ്റ വാക്ക് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, ദർ ഇസ് നോ ഷോർട്ട് കട്ട്. അവിടെ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റും. അർഹതപ്പെട്ടതൊന്നും നമ്മളെ കയ്യിൽ നിന്ന് പോകില്ല, അർഹതയില്ലാത്തതൊന്നും ലഭിക്കില്ല. സോ താങ്ക് യു.